നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിൽ സമരക്കാരെ തല്ലിയ അനിൽകുമാർ, ഗൺമാന്മാരായ അനിൽകുമാറിനും സന്ദീപിനുമെതിരായ അന്വേഷണം SIT അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കേസ് SP ഷൗക്കത്ത് അലിയാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മങ്കൂട്ടത്തിൽ, മുൻ MLA. നവകേരള സദസ്സിൽ സമരക്കാരെ തല്ലിയ അനിൽകുമാറിനും സന്ദീപിനുമെതിരായ കേസ് SP ഷൗക്കത്ത് അലി അന്വേഷിക്കും. ഏത് ഷൗക്കത്ത് അലി? മുടക്കോഴി മലയിൽ പോയി TPയെ കൊന്ന കൊടിസുനിയെയും CPM ക്രിമിനൽ സംഘത്തെയും പിടികൂടിയ ഷൗക്കത്ത് അലി. അതിൻ്റെ പേരിൽ വിജയൻ സർക്കാർ 10 വർഷം ദ്രോഹിച്ച ഷൗക്കത്ത് അലി. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താണ് രാഹുൽ മങ്കൂട്ടത്തിൽ. പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എങ്കിൽ പോലും പാർട്ടിയെ രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്താക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും സന്തോഷം പ്രകടിപ്പിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ SIT അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ആദ്യ അന്വേഷണ സംഘങ്ങൾ നൽകിയ 2 റിപ്പോർട്ടുകളും പരിശോധിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി സംഘവും ആലപ്പുഴയിലെത്തുമെന്ന്. ഈ മർദ്ദനമേറ്റവരിൽ ഒരാൾ ഇന്ന് MLA ആണ്. നിയുക്ത MLA AD തോമസ്. അതുമാത്രമല്ല അജയ് ജുവൽ കുര്യാക്കോസിനെ ഇരുവരുടെയും മൊഴിയെടുക്കും. ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ തേടും. 15 ദിവസം കൊണ്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ പുനരന്വേഷണത്തിനായി കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് പുനരന്വേഷണത്തിന് തീരുമാനമായത്. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത് കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരുന്നു. 2023 ഡിസംബറിൽ ഉണ്ടായ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം തുടങ്ങി. പക്ഷേ കൃത്യനിർവഹണം മാത്രമാണ് എന്നാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. മാധ്യമങ്ങളടക്കം വന്ന ദൃശ്യങ്ങൾ കണ്ട കോടതി ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എസിനുമെതിരെ പുനരന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞു. LDF സർക്കാർ അതിന് തയ്യാറായില്ല, പുനരന്വേഷണം നടത്താൻ തയ്യാറായില്ല. ഇപ്പോൾ UDF സർക്കാർ അധികാരം ഏറ്റ ഉടനെ എടുത്ത നിർണായക ചില സുപ്രധാന തീരുമാനങ്ങളൊന്ന് ഈ കേസിന്റെ പുനരന്വേഷണമായിരുന്നു. എന്നാലും UDF സർക്കാർ അധികാരത്തിലേറിയ ആദ്യ ദിവസം തന്നെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ SIT രൂപീകരിച്ച് ഈ സംഭവത്തിൽ പുനരന്വേഷണം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി മേൽനോട്ടം വഹിക്കുന്ന സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് ആണ്. 7 അംഗ സംഘം 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ 15 ദിവസമാകുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിക്കുകയുണ്ടായി. കേരളത്തിലെ യുവജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിയ നടപടി എന്നാണ് മർദ്ദനത്തിനിരയായ നിയുക്ത ആലപ്പുഴ MLA AD തോമസ് പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിലാണ് നിർണായക ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത്. മാത്രമല്ല, നേരത്തെ ഈ ഒരു SIT അന്വേഷണം പുനരാരംഭിക്കും എന്ന ഒരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഈ വിഷയത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചെന്ന്. അത് ഇപ്രകാരമാണ്: കണക്ക് ചോദിക്കാതെ ഈ കാലം കടന്നു പോകുമെന്ന് കരുതിയോ? അന്നേ പറഞ്ഞതാണ് എന്നും വിജയനായിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്ന്. വിജയൻ സേനയ്ക്കെതിരെ SIT അന്വേഷണം കണക്കുകൾ പറഞ്ഞു തന്നെ പോകാമെന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും നമുക്ക് ഈ ഒരു രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളോട് എന്താണ് ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്, അല്ലെങ്കിൽ പൊതുജനം ഏത് രീതിയിലാണ് കമന്റുകളിലൂടെ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ പോസ്റ്റിന് ഒരു വ്യക്തി പങ്കുവച്ചിരുന്ന കമന്റ് ഇങ്ങനെയാണ്: കോരിച്ചൊരിയുന്ന മഴ, CPMന്റെ ഗുണ്ടകൾക്ക് മാത്രം കയറി ചെല്ലാൻ പറ്റുന്ന മുടക്കോഴി മലയിലെ രഹസ്യ സംഗീതം. അർദ്ധരാത്രിയിൽ കനത്ത ഇരുട്ടിൽ കാടിന്റെ മറവ് പറ്റി കരിയില പോലും അനങ്ങാതെ മലമുകളിലെ ഇടിഞ്ഞു പൊളിഞ്ഞ സംഗീതം ലക്ഷ്യമാക്കി നീങ്ങുന്ന കുറെ കാൽപാദങ്ങൾ. അവർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ നയിക്കുന്നത് ആജാനുബാഹുവായ ഒരാൾ. നാടൻ തോക്കുകളും ബോംബുകളും ഉൾപ്പെടെ മാരകായുധങ്ങളുമായി ഇടിഞ്ഞു പൊളിഞ്ഞ ആ വീടിന് കാവൽ നിൽക്കുന്ന ഒരു കൂട്ടം കൊടും ക്രിമിനലുകൾ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് സംഭവം വെകുലമായിരുന്നു ആ രാവ്. കാവൽ നിന്ന ഗുണ്ടകളിൽ ഒരാൾ തണുപ്പ് കാരണം തീപ്പെട്ടി ഉരച്ച് ദിനേശ് ബീഡി കത്തിച്ചപ്പോൾ കൺമുമ്പിൽ അരണ്ടവെട്ടത്തിൽ തെളിഞ്ഞു വന്ന മുഖമാണ് ഈ ചിത്രം. അതായത് ഷൗക്കത്ത് അലിയുടെ ചിത്രം. CPMന്റെ പേടി സ്വപ്നമായിരുന്ന അന്നത്തെ DYSP ഷൗക്കത്ത് അലി. മുടക്കോഴി മലയിൽ നിന്നും കൊടിസുനി അടക്കമുള്ള കൊടും തീവ്രവാദികളെ കോഴിക്കുഞ്ഞുങ്ങളെ തൂക്കുന്നത് പോലെ തൂക്കിയെടുത്ത് മലയിറങ്ങിയ കരുത്തനായ പോലീസുകാരൻ.
കോൺഗ്രസുകാരൻ. പാർട്ടി ഗുണ്ടകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വന്ന പാർട്ടി കുടുംബത്തിലെ സ്ത്രീ വരെ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന അതിക്രൂര പ്രവൃത്തികൾ പോലും പുറംലോകം അറിഞ്ഞത് ഷൗക്കത്ത് അലി ആ മല കയറിയതിനു ശേഷമാണ്. അന്ന് ഒരു കൂട്ടം പോലീസുകാരെയും കൊണ്ട് മലമുകളിലേക്ക് നടന്നു കയറിയ ധീരനായകൻ കഴിഞ്ഞ 10 കൊല്ലവും വനവാസത്തിലായിരുന്നു. ഇപ്പോൾ കേരള പോലീസിലെ സൂപ്പർ ഹീറോയുടെ പട്ടാഭിഷേകം നടന്നിരിക്കുന്നു. വിജയന്റെ ധൈര്യത്തിൽ കോൺഗ്രസുകാരുടെ തലതല്ലിപ്പൊളിച്ച ഗൺമാൻമാരുടെ കേസ് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രി പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായി രാജകീയ തിരിച്ചുവരവ് നടത്തുന്ന കേരള പോലീസിന്റെ അഭിമാനം SP ഷൗക്കത്ത് അലി ഗൺമാനെയും ടീമിനെയും തൂക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന ഒരു മറുപടിയാണ് ഒരു വ്യക്തി ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിന് മറുപടിയായി അതിൽ കമൻറ്റായി കുറിച്ചിരിക്കുന്നത്. മറ്റൊരാൾ പറയുന്നത്, നിന്റെ ഗർഭം കലക്കിയ കേസ് ശരിയായി വരുന്നുണ്ട്. ഉടുതുണിയില്ലാതെ നിൽക്കുന്നവൻ മുണ്ടുടുത്തവനെ കളിയാക്കുന്നത് പോലെയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റെന്ന് മറ്റൊരാൾ വിമർശിക്കുന്നുണ്ട്. ഗർഭം കലക്കികൾക്കെതിരെയും SIT അന്വേഷണം ഉണ്ടെന്ന് കേട്ടു, ശരിയാണോ ആവോ എന്ന് മറ്റൊരാൾ കമന്റ് കുറിച്ചിരിക്കുകയാണ്. TP വധക്കേസിൽ അന്വേഷണം കടുപ്പിച്ചതിന് ശേഷം മുഖ്യപ്രതിയുടെ താവളത്തിൽ കയറി ചെന്നപ്പോൾ കൊല്ലുമെന്ന് വെല്ലുവിളിച്ച കൊടിസുനിയുടെ ചെവിക്കല്ലടിച്ചു പൊട്ടിച്ചിട്ട് കൊല്ലട എന്ന് ആർത്തു വിളിച്ച് തൂക്കിയെടുത്ത് അഴിക്കുള്ളിലിട്ട കേരള പോലീസിലെ പുലിയാണ് ഷൗക്കത്ത് അലി IPS എന്ന് മറ്റൊരാൾ കുറിക്കുകയാണ്. മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തിന് ആണത്തമുണ്ടെങ്കിൽ ഈ ഷൗക്കത്ത് അലിയെ കൊണ്ട് ഇവന്റെ നിലവിലുള്ള 3 പീഡന കേസും കൂടി അന്വേഷിക്കട്ടെ, അന്ന് കോൺഗ്രസിനെ അംഗീകരിക്കും. അല്ലാതെ ഇതൊക്കെ വെറും പ്രഹസനം എന്നെ കണക്ക് കൂട്ടാൻ പറ്റുകയുള്ളൂ എന്ന് മറ്റൊരാൾ കമന്റ് കുറിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരാൾ പാർട്ടിയിലേക്ക് രാഹുലിനെ ഉടൻ ചേർക്കണമെന്നൊരു തരത്തിലൊരു കമന്റ് കുറിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് ജനഹൃദയങ്ങളിലേക്ക് വളർന്നു വരുന്നതിനിടയിൽ ചില രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അദ്ദേഹത്തെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചവർ ആരും തന്നെ പരിശുദ്ധന്മാരാണെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളി വിശ്വസിക്കുന്നില്ല. ഇന്ത്യൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തല ഉയർത്തിപ്പിടിച്ച് അസന്നിഗ്ധമായി പറയാൻ രാഹുലിന് സാധിക്കുന്നത് പോലെ അവർക്കാകില്ല. ബഹുമാനപ്പെട്ട കോടതിക്ക് ആ സത്യം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. എങ്ങനെയെങ്കിലും രാഹുലിനെ കൊടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി സർവ്വസജ്ജമായി ഇറങ്ങി തിരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇതിന് പരോക്ഷമായി BJPയും കൂട്ടുനിന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആ സീറ്റ് പിടിച്ചെടുക്കാമെന്ന BJPയുടെ വ്യാമോഹം ഒടുവിൽ തകരുകയാണ് ചെയ്തത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്രയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും പതറാത്ത രാഹുലിന്റെ അജഞ്ചലമായ മനോധീരതയാണ്. വരുതിയിലാക്കാൻ നോക്കിയ ഭരണകൂട ധാർഷ്ട്യത്തിന് മുന്നിൽ അദ്ദേഹം പതറിയില്ല. കോൺഗ്രസ് നേതൃത്വം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വൻ ഭൂരിപക്ഷത്തോടെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത്. ചർച്ചകളിലും സംവാദങ്ങളിലും എതിരാളികൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകാനുള്ള അദ്ദേഹത്തിന്റെ വാക്ചാതുരിയും കഴിവും ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും രാഹുലിനെ പാർട്ടി അതിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് കോൺഗ്രസിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കമില്ല. യുവാക്കളുടെ ആവേശം തിരിച്ചറിഞ്ഞ് രാഹുലിനെ കൂടുതൽ ശക്തമായ ഉത്തരവാദിത്തങ്ങളോടുകൂടെ ചേർക്കാൻ പാർട്ടി ഇനിയും വൈകിക്കൂടാ എന്നാണ് മറ്റൊരാൾ കുറിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യമുനകളിൽ കൂടി കടന്നു പോകും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാട് എന്ന അവകാശവാദത്തോടെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അങ്ങനെയെങ്കിൽ സ്ത്രീ വിരുദ്ധതയാകില്ലേ രാഹുലിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്താൽ എന്നൊരു ചോദ്യം മറുവശത്ത് മുഴങ്ങുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.